നമസ്കാരം. ശ്രാവണബലകുല എന്ന സ്ഥലത്തെ ചില കാഴ്ചകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ആ ഗോമതേശ്വര ക്ഷേത്രവും ഇന്ദ്രഗിരി ചന്ദ്രഗിരി എന്ന പർവ്വതനിര അതിമനോഹരമായ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ശരിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. മല നിറഞ്ഞ രണ്ട് ചന്ദ്രഗിരിയും ഇന്ദ്രഗിരി എന്ന് രണ്ട് പർവ്വതനിരകളാണ് ഇവിടെയുള്ളത്. ചന്ദ്രഗിരി പർവ്വതം നേരെ എതിർഭാഗത്ത് കാണുന്ന ആ പർവ്വതമാണ്. ഈ ഇന്ദ്രഗിരി പർവ്വതത്തിലാണ് ഗോമതേശ്വരൻ്റെ പ്രതിമയുള്ളത്. മേലെ കുറച്ചും കൂടി കടന്നു പോയാൽ മാത്രമേ ആ പ്രതിമ കാണാൻ സാധിക്കുകയുള്ളൂ. അതിമനോഹരമായ ജൈനമതക്കാരുടെ ആ പ്രതിമ ഏകദേശം 470 അടി ഉയരമുണ്ട് എന്നാണ് പറയുന്നത്. പർവ്വതം തന്നെ 1000-ഓളം സ്റ്റെപ്പുണ്ട്. 800 സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് അമ്പലത്തിൻ്റെ കവാടം തന്നെ എത്തുന്നത്. ബലകുല എന്ന് പറഞ്ഞത് ഈ കാണുന്നത് തീർത്ഥമാണ്. ഈ തീർത്ഥം ആ ഭഗവാനെ അഭിഷേകം ചെയ്ത പാൽ തീർത്ഥമായിരുന്നു അത്ര. ആ പാൽ കൊണ്ടുണ്ടായ ഭഗവാനെ അഭിഷേകം ഗോമതേശ്വരനെ അഭിഷേകം ചെയ്തപ്പോൾ വന്ന പാല് താഴെ ഒഴുകി വന്നിട്ടുണ്ടായ തീർത്ഥമാണ്. അതുകൊണ്ടാണ് ബലകുല എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആ പർവ്വതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. എതിർഭാഗത്ത് കാണുന്നത് ചന്ദ്രഗിരി എന്ന പർവ്വതനിരയാണ്. അവിടേക്കും ഏകദേശം 500ഓളം സ്റ്റെപ്പുകളുണ്ട്. അതും വളരെ മനോഹരമായ കുറേ സന്യാസിമാരുടെ ചെറിയ അവർ ഇരുന്ന് തപസ് ചെയ്ത ബസ്തികളാണ് കാണപ്പെടുന്നത്. ഏകദേശം 14 ബസ്തി അതിനുള്ളിൽ തന്നെയുണ്ട്. ചന്ദ്രഗിരിയുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അമ്പലത്തിൻ്റെ പുറത്തായിട്ട് കുറച്ച് ദൂരെയുള്ള ഒരു സന്യാസിയുടെ ബസ്തിയും ഇതിൻ്റെ ഒടുവിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ദ്രഗിരി എന്ന പർവ്വതനിരയിലുള്ള ഗോമതേശ്വരൻ്റെ അമ്പലത്തിൻ്റെ താഴത്തെ ഭാഗത്തുള്ള കൽക്കെട്ടുകളും മറ്റുമാണ്. ഗോമതേശ്വരർ ഇന്നും കുറച്ച് പടികൾ കടന്ന് മേലോട്ട് പോയിട്ടാണ് ഗോമതേശ്വരൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെയും മേലെ ഇത്രയും മേലെ ഉയരത്തിലുള്ളത് 30 കിലോമീറ്റർ ദൂരത്തോളം കാണപ്പെടുന്നത് ഈ ഭാഗത്തു നിന്നും ഈ പടികൾ കയറി പോകുന്ന ഭാഗത്തു നിന്നും ഒട്ടും കാണാൻ സാധിക്കുകയില്ല ഭഗവാന്റെ ഒരു ഭാഗം പോലും. എന്നാൽ 30 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഭഗവാനെ കാണുവാനും സാധിക്കും. വളരെ അതിശയകരമായിട്ടുള്ളതാണ്. ആ മതിൽക്കെട്ട് തന്നെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള മതിൽക്കെട്ടുകൾ കാണുന്നത് തന്നെ അതിമനോഹരമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ചന്ദ്രഗിരി പർവ്വതനിരയിലുള്ള മെയിൻ അമ്പലത്തിൻ്റെ പുറത്തുള്ള ഒരു സന്യാസിയുടെ ഗുഹയാണ്. ഒരു സന്യാസി മാത്രം 15ാമത്തെ സന്യാസി പേരുകൾ ഇട്ടിട്ടുണ്ട്. 15ാമത്തെ സന്യാസി ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ താമസിച്ച ഗുഹയാണിത്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. അദ്ദേഹം ഈ ഗുഹയിൽ വസിച്ചുകൊണ്ട് തപസ് ചെയ്തു. അങ്ങനെ ജീവൻ മുക്തി നേടി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ഇതും മറ്റുമാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. എല്ലാം കരിങ്കല്ലിൽ കൊത്തിയെടുത്ത് കരിങ്കല്ലിനെ കൊണ്ട് മാത്രമുള്ള സ്ഥലങ്ങളാണ്. മുഴുവൻ പാറക്കെട്ടുകളാണ്. ഒറ്റ പാറക്കെട്ടിൽ കൊത്തി തന്നെയാണ് പടികളും ഒക്കെയുള്ളത്. ആ പടികൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പടികളാണ്. പാറക്കെട്ട് തന്നെ ഓരോ സ്ഥലത്ത്